16 വയസ്സ് മുതൽ 29 വയസ്സ് വരെ എൻ്റെ മോൻ പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വേണ്ടിയാണ് അവൻ ജീവൻ കളഞ്ഞത്. മുഖ്യമന്ത്രിക്ക് മക്കളുണ്ടല്ലോ, ആ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യട്ടെ, അടൂർ പോലീസ് സ്റ്റേഷനിൽ പുതിയൊരു അന്വേഷണം നടത്തിയിട്ട് ഇതിന് തെളിവുണ്ടോ, അതോ ഇല്ലെങ്കിൽ ഞാൻ വെറുതെ വിട്ടേക്കാം, ഞാൻ എൻ്റെ മോൻ പോയെന്നങ്ങ് ആ കയറി ചെല്ലുന്ന വാതിൽ തന്നെയാണ് എൻ്റെ മോൻ അവിടുന്ന് ആ ബെഞ്ചിൽ നിന്ന് എണ്ണിച്ച് കാരണം ഇവർ തമ്മിൽ വലിയ ബന്ധമുള്ളൊരു കൂട്ടുകാരെ പോലുള്ള ഒരു CM മോനുമായിരുന്നു. അങ്ങനെ ബിനു സാർ വന്നല്ലോ എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരികയും അവനോട് പറഞ്ഞു ഊതടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കുടിച്ചിട്ടില്ലല്ലോ, ഞാൻ കുടിക്കുന്ന ഒരാളല്ല, ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്, ഞാൻ കുടിക്കുന്ന ആളല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ കുത്തിന് കയറി പിടിക്കുകയും കൂനിയെയും അവൻ മുട്ടുകൊണ്ട് ഈ പറയുന്ന ഈ ബിജു എന്ന് പറഞ്ഞ CM ഇടിക്കുകയും UP ഷാമുൽ എന്ന് പറഞ്ഞവന് എൻ്റെ മോനെ പുറത്ത് ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്ത് അവനെ ക്രൂരമായിട്ട് ശ്രീകുമാർ ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ ഇടിച്ച് നൂത്ത് എന്നിട്ട് ആ സെല്ലിനകത്ത് വലിച്ചെറിഞ്ഞാണ് എൻ്റെ കുട്ടിയുടെ പല്ല് വരെ അളന്ന് പോയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഹൃദയ സംബന്ധമായിട്ട് വന്നതെന്ന് പറയുന്നത്? ഒരു കാര്യം ചെയ്യട്ടെ, ഇതൊരു തെറ്റും ഒന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഈ വിഷൽ പുറത്തുവിടാൻ പറ. പക്ഷേ ഇതിന് തെളിവുണ്ട്. ആ തെളിവിന് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് അന്ന് മുതൽ പരാതി കൊടുക്കുന്നു. മുഖ്യമന്ത്രി പരാതി കൊടുത്തിട്ട് എന്തിനാ അന്വേഷണം നടത്തിയില്ല? പോലീസുകാർക്ക് ഇങ്ങോട്ട് വിടും, പോലീസുകാർ തിരിച്ചങ്ങോട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കാക്കാണ്. ഇതാണ് പറഞ്ഞത്. എന്നോട് പോലും ചോദിക്കാതാണ് പോസ്റ്റ്മോർട്ടം പോലും നടത്തിയിരിക്കുന്നത്. എന്നിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ഒരു പേപ്പർ എടുത്ത് എൻ്റെ കയ്യിൽ തന്ന് സൈലന്റ് അറ്റാക്കാന്ന്. ഇവരെങ്ങനെ പറഞ്ഞു സൈലന്റ് അറ്റാക്കാണെന്ന്? ഇവർക്ക് അങ്ങനെ അറിയാം. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പറയുന്നത്? മുഖ്യമന്ത്രി അന്വേഷണം നടത്തട്ടെ, അന്വേഷണം നടത്തിയിട്ട് ഇതിന് പുറത്തുവിട്ടെ. എൻ്റെ മോൻ ഇനി തിരിച്ചു വരത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ നിയമ പോരാട്ടം തന്നെ നടത്തും. കാരണം ഞാനും സർവീസിലിരുന്ന് ഒരു പെൻഷൻ പറ്റിയ ഒരാളെ, എനിക്ക് അന്വേഷിച്ച് തരേണ്ട ഒരു മോനാണ്. അവനെയാണ് ഇവരില്ലാതാക്കിയിരിക്കുന്നത്. ഈ പോലീസുകാർ പേരിൽ വരുന്ന പോലീസുകാർക്ക് ഞങ്ങളോട് വന്നിട്ട് അന്വേഷണം നടത്തിയിട്ട് ഒരു DSP എന്നോട് പറഞ്ഞത് എന്തറിയാം, ചേമ്പല വെള്ളം ഒഴിച്ച പോലെ ഉള്ളെന്നാണ് പറഞ്ഞത്. അത് എന്ത് പറയാൻ കാരണം? അവർക്കും മക്കളില്ലേ? അത് പോട്ടെ, ഇവർ SFIയിലായിരുന്നു ആദ്യം, അത് കഴിഞ്ഞിട്ട് അവൻ DYFലായി. അവനെ പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിട്ടെന്നാണ് ഒരു ചാനലിൽ ഇരുന്നിട്ട് വേറൊരാൾ പറഞ്ഞത്. മുഖ്യമന്ത്രി എന്താർത്ഥം വെച്ചാൽ പറയുന്നത്? എൻ്റെ മകനാ പോയിരിക്കുന്നത്. ആ മുഖ്യമന്ത്രിക്ക് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ, ഈ പാർട്ടിക്ക് വേണ്ടി അവൻ ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഉത്തരവിടണം. മുഖ്യമന്ത്രി ജോയിക്കുട്ടിയുടെ മകൻ മരിച്ച DYFI നേതാവ് ജോയലിനെ കുറിച്ച് പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കാം. 1/1/2020 അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ വാഹനാപകട കേസിൽ വാഹനം ഓടിച്ചിരുന്നയാൾക്കെതിരെ മദ്യപിച്ചതിനും പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയതിനും ക്രൈം 7/2020 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 5 മാസത്തിന് ശേഷം ആ വ്യക്തി വീട്ടിൽ കുഴഞ്ഞു വീഴുകയും ആശുപത്രി എത്തിക്കവേ മരണപ്പെടുകയും ചെയ്തു. 1798/2020 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മരണകാരണം ഹൃദയ സംബന്ധമായ അസുഖമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.